ഇന്നൊരു ചെമ്മീൻ റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വളരെ രുചികരവും ടേസ്റ്റി ആയിട്ടുള്ള, എന്താ പറയുക, നമ്മൾ ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രുചി മനസ്സിൽ നിൽക്കും. അതൊരിക്കലും മാഞ്ഞു പോകാത്ത ഒരു റെസിപ്പിയാണ്. ഞാൻ ഒരുപാട് ചെമ്മീൻ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റെസിപ്പി എത്ര പ്രാവശ്യം കഴിച്ചാലും മടുക്കാത്ത അത്രയും ഒരു രുചിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ സാധാരണ ചേർക്കുന്ന, വീട്ടിലൊക്കെ നമ്മൾ ചേർക്കുന്ന സാധനങ്ങളാണ് ചേർക്കാൻ പോകുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കുറച്ച് സവോളയോ ചെറിയ ഉള്ളിയാണ് എപ്പോഴും രുചികരം, നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് അത് ചേർക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ആദ്യം ഞാൻ ചേർക്കുന്ന ഇഞ്ചിയാണ്. ഈ ഒരു റെസിപ്പിയുടെ ഏറ്റവും രുചി കൂട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇഞ്ചിയാണ്. അതുകൊണ്ട് ഇഞ്ചി എന്തായാലും നല്ല പോലെ നമ്മൾ ഇടുന്നുണ്ട്. സാധാരണ നമ്മൾ എല്ലാ സംഭവങ്ങളും ഇട്ട് ഒരുമിച്ച് ഇളക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ആ ഇഞ്ചിയുടെ ഫ്ലേവർ വളരെ പ്രധാനമുള്ളത് കൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഇഞ്ചിനെ ഒന്ന് വഴറ്റി അതിൻ്റെ ആ രുചി ഇതിനുള്ളിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പില. ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും രുചി കൂട്ടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇഞ്ചി, വെളിച്ചെണ്ണ, പിന്നെ കറിവേപ്പില. ഇത് അതിൻ്റെ രുചി നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് വാടി വരുന്ന ആ ഒരു സമയത്താണ് നമ്മൾ വെളുത്തുള്ളി ചേർക്കാൻ പോകുന്നത്. ഇനി വെളുത്തുള്ളി കൂടെ ഒന്ന് വാടി വരണം. എല്ലാത്തിനും ഒരു 1-2 മിനിറ്റ് ആ ഒരു ഗ്യാപ്പ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് ആ ഒരു ഫ്ലേവർ നമ്മുടെ ഈ ഓയിലിലേക്ക് കംപ്ലീറ്റ് വന്നാൽ മാത്രമേ ആ ചെമ്മീനും ആ ഒരു രുചി, നമ്മൾ കഴിക്കുന്ന എല്ലാ ബൈറ്റിലും നമുക്ക് ചെമ്മീൻ്റെയും വെളുത്തുള്ളിയുടെയും രുചി വരണം. അതാണ് നമ്മളിതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 1 മിനിറ്റിനോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ചേർക്കാം. പ്രൊപ്പോർഷൻ പറയാനായിട്ടാണെങ്കിൽ ഇഞ്ചി കുറച്ച് കൂടുതൽ നിൽക്കണം. നമ്മളിപ്പോൾ 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി മതിയാവും. പച്ചമുളക് നമ്മളെടുക്കുന്ന ചെമ്മീൻ്റെ അളവനുസരിച്ചിട്ടാണ്. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് എരിവ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ 3 പച്ചമുളക്. കാരണം ഇതിന് ശേഷം നമ്മൾ ഇടിച്ച മുളകും കൂടെ ചേർക്കും. ഇനി നമുക്കിതിനകത്ത് ഇതിൻ്റെ ഈ മണമൊക്കെ ഒന്ന് മാറി അതിൻ്റെ ആ ഒരു പച്ച ചൊവയുണ്ടല്ലോ, ആ ചൊവയൊന്ന് മാറാൻ വേണ്ടി നിൽക്കാം. ഇതൊരു 3-4 മിനിറ്റ് നമ്മൾ വഴറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ രുചിയും ആ ഒരു ഫ്ലേവറൊക്കെ ഈ ഒരു എണ്ണയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ 3 സവോള എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറുതായി അരിഞ്ഞ സവോളയാണ്. സവാള ഒന്ന് വാടി വരുന്ന ഒരു സമയം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വെളുത്തുള്ളി അരിയുന്ന സമയത്ത് ഞാൻ അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇനി ഉപ്പിടുന്നില്ല. ഞാൻ നമ്മുടെ ചോപ്പറിലാണ് വെളുത്തുള്ളി അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ എപ്പോഴും കുറച്ച് ഉപ്പും കൂടി ഇടാറുണ്ട്. നിങ്ങളങ്ങനെ ഉപ്പിടുന്നില്ല, കൈ കൊണ്ടാണ് അരിയുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പിടണം.
ഒന്ന് വാടി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് മഞ്ഞളും കുറച്ച് പൊടിമുളകും ഇടുന്നുണ്ട്, ഒരു നിറത്തിന് വേണ്ടിയിട്ട്. കുറച്ച് മുളകും കുറച്ച് മഞ്ഞളും. ഞാൻ ചെമ്മീൻ വേവിച്ച സമയത്തും അതിനകത്ത് ഇത് രണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വളരെ കുറച്ചിടുന്നത്. വളരെ ഒരു നുള്ള് മല്ലിപ്പൊടിയും കൂടെ. നമുക്ക് മല്ലിയുടെ ഫ്ലേവർ ഭയങ്കരമായിട്ട് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 നുള്ള് അല്ലെങ്കിൽ ചെറിയൊരു സ്പൂൺ അത്രയും നമ്മൾ മല്ലി ഇടുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കുന്നു. ഇനി ഈ സമയത്ത് നമ്മുടെ ഇടിച്ച മുളകും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇടിച്ച മുളകൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ നല്ലപോലെ രുചി ഉണ്ടാക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതൊന്നും നമ്മൾ അളവ് കുറയ്ക്കാൻ പാടില്ല. ഇടിച്ച മുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അതിൻ്റെ ഒരു പച്ചച്ചുവ പോകുന്ന വരെ നമ്മൾ ഇളക്കുക. ഞാൻ നേരത്തെ നമ്മുടെ കുറച്ച് മുളകും കുറച്ച് ഉപ്പ് മഞ്ഞൾ ഒക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിരുന്ന ചെമ്മീനാണ്. വലിയ ചെമ്മീനായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ കുഞ്ഞ് പീസസ് ആക്കിയിട്ട് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേവിച്ച കുറച്ച് വെള്ളം ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരുമിച്ച് നമ്മൾ ഒഴിക്കുന്നില്ല, കാരണം അതിൻ്റെ ഫ്ലേവർ മുഴുവനും ആ വെള്ളത്തിലാണല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു ജ്യൂസസ് മുഴുവനും ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ആ ഫ്ലേവർ മുഴുവനും ഒന്ന് ഇൻഫ്യൂസ് ചെയ്യാനായിട്ടുള്ള ശ്രമിക്കുന്നത്. അങ്ങനെ ഈ വെള്ളം മുഴുവൻ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ തേങ്ങ ചേർക്കുക. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർക്കാം. നമ്മളിപ്പം ഒരുപാട് തേങ്ങ ഇടുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അങ്ങനെ ഇടാം. ആദ്യം കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ ഒന്ന് നോക്കും എങ്ങനെയാണെന്നുള്ളത്. കാരണം തേങ്ങ നമ്മളൊന്ന് വേവിച്ച് വരുമ്പോഴേക്കും അതൊന്ന് ഉടഞ്ഞ് അല്ലെങ്കിൽ ചെറുതായിട്ട് വരുമല്ലോ. ഈ ഒരു റെസിപ്പിക്ക് തേങ്ങ നന്നായിട്ട് ഇടുന്നത്, നമ്മൾ ചിരകിയ നാളികേരം നന്നായിട്ട് ഇടുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന വേറെ ഒരു സംഭവം. തേങ്ങ നമ്മൾ നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കും. കുറച്ചും കൂടെ ഉപ്പ് ഇടുന്നത് നമുക്ക്.
ഈ ഒരു സമയത്ത് നമ്മളെല്ലാം നോക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്മീൻ ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മളൊരു ജ്യൂസി ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ചെമ്മീനിന് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതലിട്ട് ഇളക്കാനൊന്നും പോകുന്നില്ല. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേഗം തന്നെ മാറ്റിയെടുക്കുകയാണ്. ചെമ്മീൻ വേവിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ഇലാസ്റ്റിക് പോലെ ആവുന്ന അത്രയും സമയം നമ്മൾ വേവിക്കാൻ പാടില്ല. അതൊന്ന് മണമൊക്കെ മാറി അതിനൊരു രുചി ആവുന്ന സമയത്ത് നമ്മൾ നിർത്തും. നന്നായി ഇളക്കിയിട്ട് നമുക്ക് നിർത്താം. ചോറ് വേണം. വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു റെസിപ്പി റെഡി ആയി കഴിഞ്ഞു. ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്തിനെ കാണാം. അപ്പോൾ ഇത്രയും വാച്ച് ചെയ്തതിന് താങ്ക് യു. നമുക്ക് തീ ഓഫ് ചെയ്യാം.